എൻ്റെ പേര് അഷ്റഫ്. ഞാൻ മലപ്പുറത്ത് ഒരു ഇലക്ട്രീഷ്യനായി ജോലി ചെയ്യുന്നു. നമ്മൾ റോഡിലൂടെ നടന്നു പോകുമ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ചിലപ്പോൾ പൈസ വല്ലതും വീണ് കിട്ടില്ലേ? അതുപോലെ എനിക്കും കിട്ടി ഒരു പ്രതീക്ഷിക്കാത്ത സമ്മാനം. ഇനി ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് വരാം. അടുത്ത മാസം 29 വയസ്സാകാൻ പോകുന്നു. ഇതുവരെ ഒരു കല്യാണം കഴിക്കാൻ പറ്റിയിട്ടില്ല. കുറേ പെണ്ണുപോയി കണ്ടു, പക്ഷേ ഒന്നും നടന്നില്ല. ഓരോരോ കാരണങ്ങൾ. നാട്ടിൽ ഇനിയൊരു ബ്രോക്കർമാരെയും കാണാൻ ബാക്കിയില്ല. ജോലിക്ക് പോയി കിട്ടുന്ന പൈസയെല്ലാം ഈ ബ്രോക്കർമാർക്ക് കൊടുക്കാനേ എനിക്ക് തികയുന്നുള്ളൂ. എൻ്റെ മൂത്തത് സഫ്നയിത്ത. എന്നേക്കാളും 3 വയസ്സ് കൂടുതലാണ്. 2 കുട്ടികളും ഉണ്ട്. ഇത്തയുടെ ഭർത്താവ് ഗൾഫിൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. സഫ്നയിത്ത എനിക്ക് വേണ്ടി ഒരുപാട് പെണ്ണ് തിരഞ്ഞു. എൻ്റെ കുടുംബത്തിലും ഇത്താടെ കെട്ടിയോൻ്റെ കുടുംബത്തിലും ഒക്കെ തിരഞ്ഞു. കൊള്ളാവുന്ന പെൺകുട്ടികളെല്ലാം വീട്ടുകാർ നല്ല ബന്ധങ്ങൾ നോക്കി ഉറപ്പിച്ച് വെച്ചിട്ടുമുണ്ട്. വിവരം വെച്ച കാലം മുതൽ തുടങ്ങിയ കൈപ്പണി അതിന് ഒരന്ത്യമില്ല. എന്നും അത് തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇനി എനിക്ക് ഒരു പെങ്ങളാണുള്ളത്. പേര് മെഹറിൻ. ഇപ്പോൾ +2 പഠിക്കുന്നു. എൻ്റെ കല്യാണത്തിന് അടിച്ചു പൊളിക്കാമെന്നും പറഞ്ഞ് നടക്കുക അവൾ. കാലം കുറേയായി ഞാനത് കേൾക്കുന്നു. മിക്കവാറും അവൾ കെട്ടിപ്പോലും ഞാൻ ഇവിടെ തന്നെ കുലച്ചു നിൽക്കുന്നുണ്ടാവും. നേരം വെളുക്കുന്നു, വൈകുന്നേരം ആകുന്നു. ഇങ്ങനെ ഓരോ ദിവസവും ഓടിപ്പോകുന്നു. അതിൻ്റെ കൂടെ എൻ്റെ വയസ്സും. ആകെ ഒരു എൻ്റർടൈൻമെൻറ്റ് എന്താണെന്ന് വെച്ചാൽ വീടിനടുത്ത് ഒരു ലേഡീസ് ടൈലർ ഷോപ്പുണ്ട്. അവിടെ വരുന്ന ഇത്തമാരും നല്ല മൊഞ്ചത്തി കിളികളുമാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഞാനും ഉപ്പയും ബൈക്കിൽ ഉപ്പയുടെ കാൽവേദനയ്ക്കുള്ള മരുന്ന് വാങ്ങാൻ ഞങ്ങളുടെ നാട്ടിൽ നിന്നും ഒരു 5 കിലോമീറ്റർ ദൂരെയുള്ള ഒരു സ്ഥലത്തേക്ക് പോവുമായിരുന്നു. സോറി, സ്ഥലം ഞാനിവിടെ പറയുന്നില്ല കേട്ടോ. നാട്ടിൽ ഒരു പലചരക്ക് കട നടത്തുന്ന ഉപ്പാക്ക് വിട്ടുമാറാത്ത കാലുവേദന. ആരോ പറഞ്ഞ അറിവ് വെച്ച് മരുന്ന് വാങ്ങാൻ എന്നെയും കൂട്ടി പോവുക. എനിക്കാണെങ്കിൽ ഒരു പെണ്ണ് കാണാൻ പോകാനുണ്ടായിരുന്നു. ഉപ്പയോട് അത് പറഞ്ഞപ്പോൾ ഉപ്പ പറയുക, നിനക്ക് ഞാൻ മേടിച്ചു തരാം ബിസ്ക്കറ്റും ചായയുമെന്ന്. അത് കേട്ട കലിപ്പിൽ ഉപ്പയെ പിറകിലിരുത്തി ഞാൻ കത്തിച്ചു പോവായിരുന്നു. പെട്ടെന്ന് റോഡിൽ ഒരു ബോർഡ് കണ്ട് ഞാൻ ബൈക്ക് നിർത്തി വായിച്ചു നോക്കി. റോഡ് പണി കാരണം ഈ വഴി അടച്ചിരിക്കുന്നു എന്നായിരുന്നു അത്. അത് കണ്ട എനിക്ക് വീണ്ടും കലി കയറി. വല്ല വിക്സും തേച്ചാൽ പോരായിരുന്നു. ആരോ എന്ത് തള്ളിയത് കേട്ട് ഇറങ്ങിയേക്കാം. ഞാൻ ഉപ്പയെ പ്രാഗി. ഞാൻ ഫോണെടുത്ത് ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ഇട്ട് യാത്ര തുടങ്ങി. ടാറ് പോലും ഇടാത്ത പല റോഡിലൂടെയായിരുന്നു പിന്നീടുള്ള ഞങ്ങളുടെ യാത്ര. ചില വീടുകളുടെ മുറ്റത്തു കൂടിയും മറ്റു ചില വീടുകളുടെ അടുക്കളയുടെ ഇടയിൽ കൂടിയും ഗൂഗിൾ മാപ്പ് ഞങ്ങളെ കൊണ്ടുപോയി. കുറച്ച് കഴിഞ്ഞ് ഒരു മൺറോഡിലൂടെ യാത്രയായി. റോഡിൻ്റെ 2 സൈഡിലും വലുതും ചെറുതുമായ വീടുകൾ നോക്കി വരുന്നതിനിടയ്ക്ക് ഒരു പൂച്ചക്കുട്ടി ബൈക്കിന് വട്ടം ചാടി. ഞാൻ പെട്ടെന്ന് ബ്രേക്ക് ഇട്ടു. ദാ കിടക്കുന്നു ഞാൻ ഉപ്പയും റോഡിൽ. ഞാൻ നോക്കുമ്പോൾ ഒരു പെൺകുട്ടി ഓടി വന്ന് ആ പൂച്ചക്കുട്ടി എടുത്ത് വീട്ടിലേക്ക് ഓടി. തൊട്ടു പിറകെ ആ വീട്ടിലെ ഇത്ത ഞങ്ങളുടെ അടുത്തേക്ക് ഓടി വന്നു. അയ്യോ, എന്തെങ്കിലും പറ്റിയോ? ഞാൻ അപ്പോഴവളോട് പറഞ്ഞതാ ആ ഗേറ്റ് അടക്കാൻ. ഞാനും ഉപ്പയും ആ ഇത്തിയുടെ സൗന്ദര്യത്തിൽ വീണ വേദനയെല്ലാം മറന്ന് അറിയാതെ എഴുന്നേറ്റു. നല്ല 1-ാം തരം മൊഞ്ചത്തി ഇത്ത ഒരു ചുവപ്പ് മാക്സിമിട്ട് മുന്നിൽ നിൽക്കുന്നു. വല്ലതും പറ്റിയോ? ആ ഇത്ത വീണ്ടും ചോദിച്ചു. ഏയ്, ഒന്നുമില്ല, ഒന്നും പറ്റിയില്ല. പഠിച്ചോൻ്റെ കാവൽ. കയ്യിലേയും കാലിലേയും തൊലി പോയിരിക്കുന്നു, അത്രേ ഉള്ളൂ, ഉപ്പ പറഞ്ഞു. ഇത് കേട്ട ഞാൻ ഉപ്പയുടെ മുഖത്തേക്ക് നോക്കി. അപ്പോൾ എന്നെ നോക്കി ഉപ്പ ചോദിച്ചു, ഡാ, നിനക്കെന്തെങ്കിലും പറ്റിയോ? ഏയ്, എനിക്കൊന്നും പറ്റിയിട്ടില്ല. ഉപ്പയുടെ കാലിലേക്കൊന്ന് നോക്ക്, എന്താ ഒലിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. ഇത് കേട്ട ഉപ്പ നേരെ കാലിലേക്ക് നോക്കി. അയ്യോ, ചോര. അവിടെ മാത്രമല്ല ഉപ്പൻ്റെ കയ്യിലും ഉണ്ട്, ഞാൻ പറഞ്ഞു. ഇത് കണ്ടു നിന്ന ആ മൊഞ്ചത്തി ഇത്ത, സോറി, മൊഞ്ചത്തിന്ന് വിളിക്കാതിരിക്കാൻ തോന്നുന്നില്ല, അതുകൊണ്ടാട്ടോ. ആ ഇത്ത, നല്ല ചോര വരുന്നുണ്ടല്ലോ, വീട്ടിലേക്ക് വരൂ, കഴുകി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടാൽ കുറവായിക്കോളും എന്നും പറഞ്ഞ് ഞങ്ങളെ അവരുടെ വീട്ടിലേക്ക് ക്ഷണിച്ചു. ഏയ് വേണ്ട, അത് സാരമില്ല, ഞങ്ങൾ പൊക്കോളാം, ഞാൻ ചുമ്മാ ഒരു വെയിറ്റ് ഇട്ട് ഇത്തയോട് പറഞ്ഞു. ഇത് കേട്ട ഉപ്പ, ഒന്ന് പോടാ,
നീ വേണമെങ്കിൽ പോക്കോ, എൻ്റെ കൈയും കാലുമാണ് പൊട്ടിയത്. ഏ അപ്പോൾ ഉപ്പാക്ക് മരുന്ന് മേടിക്കാൻ പോവണ്ടേ? ഞാൻ ഉപ്പയോട് ചോദിച്ചു. ആ അതിപ്പോൾ നാളെ വേണമെങ്കിലും പോവാമല്ലോ. ഉപ്പ ഒറ്റ വാക്കിൽ എനിക്ക് മറുപടി തന്ന് ആ വീട്ടിലേക്ക് നടന്നു. എൻ്റെ റബ്ബേ, എന്നെക്കാളും വലിയ കോഴിയാണല്ലോ എൻ്റെ തന്ത. ഞാൻ അതും പറഞ്ഞ് ഉപ്പയുടെ പിറകെ ആ വീട്ടിലേക്ക് നടന്നു. മുറ്റത്തുണ്ടായിരുന്ന പൈപ്പിൽ നിന്നും വെള്ളമെടുത്ത് ഞാനും ഉപ്പയും കയ്യും കാലും കഴുകി. ഇത്ത അപ്പോഴേക്കും വീടിൻ്റെ അകത്ത് പോയി ഒരു കുപ്പി മഞ്ഞൾപ്പൊടിയുമായി വന്നു. സോറി കേട്ടോ, മോളുടെ പൂച്ചയാ, ഞാൻ പുറത്തിറക്കാൻ സമ്മതിക്കാറില്ല. ഞാൻ കാണാതെ അവൾ പുറത്ത് വിട്ടതാ, ഒന്നും വിചാരിക്കരുത്. ഇത്ത നല്ല കൊഞ്ചലോടെ ഞങ്ങളോട് പറഞ്ഞു. ഏയ് അത് സാരമില്ല, കുട്ടികളല്ലേ, ഇനി അതിന് അവളെ വഴക്കൊന്നും പറയണ്ട. ഉപ്പ അതിലും വലിയ കൊഞ്ചലോടെ മറുപടി കൊടുത്തു. അല്ല, നിങ്ങൾ എങ്ങോട്ടാ ഈ വഴിക്ക്? ഇതിനു മുമ്പ് ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ, ഇത്ത ചോദിച്ചു. ഉപ്പ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. ഞാൻ ഇത്തയുടെ കയ്യിൽ നിന്നും ആ മഞ്ഞൾപ്പൊടി വാങ്ങി ഉപ്പയുടെ കാലിലും കയ്യിലും ഇട്ടുകൊടുത്തു. ഇത് കണ്ട ഇത്ത എന്നോട് ചോദിച്ചു, നീ എന്താ ചെയ്യുന്നത്, പഠിക്കുകയാണോ? അല്ല ഇത്ത, ഞാൻ ഇലക്ട്രീഷ്യനാ. പഠിപ്പൊക്കെ കഴിഞ്ഞിട്ട് കുറേ കാലമായി. ഏ ഇലക്ട്രീഷ്യനോ? എന്നാ ഇവിടെ കുറച്ച് പണിയുണ്ടായിരുന്നു, ഒന്ന് വന്ന് ചെയ്തു തരുമോ? ഇത്ത എന്നോട് ചോദിച്ചു. എന്ത് പണി? ഞാൻ ചോദിച്ചു. അത് സ്വിച്ച് ബോർഡെല്ലാം കേടുവന്ന് കിടക്കുക, ചിലതിലെല്ലാം തൊടുമ്പോൾ ഷോക്ക് അടിക്കുന്നുണ്ട്. ഇവിടെ ഒരുത്തനുണ്ടായിരുന്നു, അവൻ ഗൾഫിൽ പോയി. അവനാണെങ്കിൽ എപ്പോൾ വിളിച്ചാലും ഓടി വന്ന് ശരിയാക്കി തരും. ആ നിങ്ങളിവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ, ഇക്കയില്ലേ? ഞാൻ ചോദിച്ചു. ഇക്ക ബഹറില. ഞാൻ ഇക്ക വന്നിട്ട് ചെയ്താൽ മതിയെന്ന് വെച്ചതാ, പക്ഷേ അതിലൊന്ന് തൊടാൻ വയ്യാതെയായി. ഞാൻ നോക്കട്ടെ, കുറച്ച് വർക്കുണ്ട് നാട്ടിൽ, അതിനിടയ്ക്ക് ഒന്ന് വരാൻ പറ്റിയാൽ വരാം, ഞാൻ ഇത്തയോട് പറഞ്ഞു. എന്ത് വർക്ക്? അതിന് മാത്രം വർക്കുണ്ടോ നിനക്ക് നാട്ടിൽ? മര്യാദക്ക് നാളെ വന്ന് ആ കുട്ടിക്ക് അത് ശരിയാക്കി കൊടുക്കണം, ഉപ്പ എന്നോട് പറഞ്ഞു. ഏ കുട്ടിക്കോ? ഏത് കുട്ടി? തന്തയാൾ കൊള്ളാലോ, ഞാൻ മനസ്സിൽ വിചാരിച്ചു. മോളെ, ഇവൻ നാളെ വന്നോളും, മോള് ബേജാറാവണ്ട. നീ അവൻ്റെ നമ്പർ എഴുതിയെടുത്തോ. ഡാ, നിൻ്റെ നമ്പറൊന്ന് പറഞ്ഞു കൊടുത്തേ. ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല, ഇത്താക്ക് എൻ്റെ നമ്പർ പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് മരുന്ന് വാങ്ങാൻ യാത്ര തിരിച്ചു. ചായ കുടിക്കാനെല്ലാം ഇത്ത കുറേ നിർബന്ധിച്ചു, പക്ഷേ സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് തിരിച്ചു. ഉപ്പ എന്തിനാ ആ ഇത്തയോട് നാളെ ഞാൻ വരുമെന്ന് പറഞ്ഞത്? എനിക്ക് നാളെ പെണ്ണ് കാണാൻ പോകാനുള്ളതല്ലേ. എടാ, അവളൊരു പാവല്ലേ, പിന്നെ കറണ്ടിൻ്റെ കാര്യവും കുട്ടികളൊക്കെയുള്ള വീടല്ലേ, വല്ല അപകടവും ഉണ്ടാവുന്നതിന് മുമ്പ് നീ ഒന്ന് പോയി ഒന്ന് ശരിയാക്കി കൊടുത്തേക്ക്. വേണമെങ്കിൽ ഞാനും വരാം നിൻ്റെ കൂടെ. ഏയ് അതൊന്നും വേണ്ട, ഉപ്പാക്ക് കടയിൽ പോകണ്ടേ, ഞാൻ ബഷീറിനെ കൂടെ കൂട്ടിക്കോളാം. ആ ആരെങ്കിലും കൂട്ടി പൊക്കോ, ഉപ്പ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മരുന്ന് കടയിൽ പോയി. അവിടെ ഒരുപാട് കിളികൾ പാറിപ്പറന്ന് നടക്കുന്നുണ്ടായി, എല്ലാം ഒന്നിനൊന്ന് മെച്ചം. കിട്ടിയ അവസരത്തിന് ഞാൻ എല്ലാത്തിനെയും ഒന്ന് നോട്ടമിട്ടു. ഇതിൽ ഒന്നിനെയെങ്കിലും ഒന്ന് കല്യാണം കഴിക്കാൻ കിട്ടിയിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. അങ്ങനെ ഉപ്പാക്കുള്ള മരുന്നും വാങ്ങി ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു. അടുത്ത ദിവസം രാവിലെ നേരത്തെ എഴുന്നേറ്റ് ഞാനൊരു കടയുടെ ചെറിയൊരു ജോലി ബാക്കിയുണ്ടായിരുന്നു, അത് തീർക്കാനായി പോയി. അത് കഴിഞ്ഞ് വേണം എനിക്ക് പെണ്ണ് കാണാൻ പോകാൻ. അങ്ങനെ ആ കടയിൽ പോയി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഇത്തയുടെ കോൾ വന്നു. ഇത്തയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. കോളെടുത്ത് സംസാരിച്ചപ്പോഴാണ് എനിക്ക് ആളെ മനസ്സിലായത്. എന്നെ മനസ്സിലായോ? ഇത്ത ചോദിച്ചു. ഇല്ല, ആരാ എന്ന് ഞാൻ ചോദിച്ചു. അത് ഇന്നലെ വൈകുന്നേരം നമ്പർ തന്നില്ലേ, പൂച്ചയിടിച്ച് ബൈക്കിൽ നിന്ന് വീണില്ലേ, ആ വീട്ടിലെ ഇത്തയാ. ആ ഇത്തയോ, മനസ്സിലായി. അല്ല, ഉപ്പാക്ക് എന്താ പാട്? വേദന വല്ലതും ഉണ്ടോ? ഏയ് വേദന ഒന്നുമില്ല, ഉപ്പ അവിടെ തുള്ളിച്ചാടി നടക്കുന്നുണ്ട്. ഓഹ് ഭാഗ്യം. അല്ല, നിനക്കെന്തെങ്കിലും പറ്റിയോ? ഏയ് എനിക്കൊന്നും പറ്റിയില്ല, അപ്പോഴത്തേക്കും ഞാൻ ചാടിക്കളഞ്ഞില്ലേ. അല്ല, ഞാൻ ചോദിക്കാൻ മറന്നു, ആ പൂച്ചക്കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയായിരുന്നോ? ഏയ് അതിനൊന്നും പറ്റിയിട്ടില്ല, അതിവിടെ തന്നെയുണ്ട്. പിന്നെ നീ ഇന്ന് വരുമോ? ഇത്ത എന്നോട് ചോദിച്ചു.
ആദിത്ത, എനിക്ക് കുറച്ച് വർക്കുണ്ടായിരുന്നു. അത് എപ്പോഴാണ് തീരുന്നതെന്നറിയില്ല. അയ്യോ, അങ്ങനെ പറയില്ലടാ. മര്യാദക്ക് ഒന്ന് സ്വിച്ചിൽ തൊടാൻ പോലും പേടിയാ. കുട്ടികൾ സ്കൂളിൽ നിന്നും വന്നാൽ ഞാൻ അവരെ നോക്കിക്കൊണ്ട് നടക്കാറാ പതിവ്. എങ്ങാനും കറണ്ട് അടിച്ചാലോ എന്ന് പേടിച്ച്. ആദിത്ത, സത്യം പറയാലോ, എനിക്ക് ഇന്നൊരു പെണ്ണ് കാണലിൽ പോവാറുണ്ട്. അതുകൊണ്ടാ. ഓ, അങ്ങനെയാണോ? സോറി, ഞാനത് അറിഞ്ഞില്ല. എവിടെന്നാ പെണ്ണ്? അത് കുറ്റിപ്പുറം കഴിഞ്ഞ് പോകണം. ഞാൻ ഇത്തയോട് പറഞ്ഞു. ഏ, കുറ്റിപ്പുറമോ? അതെന്താ അത്ര ദൂരെ നിന്നും? ഇത്ത ചോദിച്ചു. അതൊന്നും പറയണ്ട ഇത്ത. ഇനി ഇവിടെ ഒരു പെണ്ണിനെയും കാണാൻ ബാക്കിയില്ല. മടുത്തു. ഇതിപ്പോൾ ഒരു പുതിയ ബ്രോക്കർ കൊണ്ടുവന്നതാ. അല്ല, നിനക്ക് എത്ര വയസ്സായി? ഇത്ത ചോദിച്ചു. എനിക്കിപ്പോൾ 29 വയസ്സായി, ഞാൻ പറഞ്ഞു. ആ, അത്രയല്ലേ ആയുള്ളൂ. ഇനിയും സമയമുണ്ടല്ലോ. എന്തിനാ ഇത്ര ധൃതി പിടിക്കുന്നത്? ഇത്ത എന്തായി പറയുന്നേ? ഇവിടെ 25 വയസ്സായവർക്ക് പോലും പെൺകുട്ടികളെ കിട്ടുന്നില്ല. അപ്പോഴാ. ശരി, നീ സമാധാനപ്പെട്. ഇക്ക വിളിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. നീ നാളെ വരുമല്ലോ? ഇത്ത ചോദിച്ചു. ആ, നോക്കാം, ഞാൻ ഇത്തയോട് പറഞ്ഞു. അതും കേട്ട് ഇത്ത പോയി. അങ്ങനെ ഞാൻ പണിയും കഴിഞ്ഞ് ബ്രോക്കറേയും കൂട്ടി പെണ്ണ് കാണാൻ പോയി. അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് പെണ്ണിനെ വേറൊരുത്തൻ വന്ന് കണ്ട് ഉറപ്പിച്ചിട്ട് പോയെന്ന്. അങ്ങനെ അതും മൂഞ്ചി നേരെ വീട്ടിലേക്ക്. ചോറും കഴിച്ച് ഇനിയിന്ന് ജോലിക്കൊന്നും പോകണ്ടെന്ന് വിചാരിച്ച് ഞാൻ നേരെ കട്ടിലേക്ക് വീണു. ഷോ, ആ ഇത്ത വിളിച്ചപ്പോൾ അങ്ങ് പോയാൽ മതിയായിരുന്നു. ആ ഇത്തയെങ്കിലും കാണായിരുന്നു. ഇനി ഇപ്പോൾ പോകാനും പറ്റില്ല. വിളിച്ചു നോക്കിയാൽ ഇത്ത എന്തെങ്കിലും വിചാരിച്ചാലോ? അതും കരുതി ഞാൻ അവിടെ കിടന്നുറങ്ങിപ്പോയി. ഡാ, ഒന്ന് എഴുന്നേറ്റേ, നേരം ഇരുട്ടായി, വന്ന് ചായ കുടിക്ക്. ഉമ്മ വന്ന് എന്നെ ചായ കുടിക്കാൻ വിളിച്ചു. ഞാൻ നോക്കുമ്പോൾ വൈകുന്നേരം 6 മണി കഴിഞ്ഞിരുന്നു. ഫുൾ മൂഡ് ഔട്ട് ആയതുകൊണ്ട് തന്നെ ഞാൻ അവിടെ തന്നെ കിടന്നുറങ്ങിപ്പോയി. അങ്ങനെ ഒരു 9 മണിയായപ്പോൾ വീണ്ടും ഉമ്മ വന്ന് വിളി തുടങ്ങി. ഉമ്മയുടെ വിളി കാരണം ഞാൻ പതിയെ എഴുന്നേറ്റ് മുഖമെല്ലാം കഴുകിപ്പോയി ഫുഡ് കഴിച്ചു. ഫുഡെല്ലാം കഴിച്ച് ഞാൻ നേരെ റൂമിൽ പോയി ഫോണിൽ തോണ്ടാൻ തുടങ്ങി. പെട്ടെന്ന് ആ ഇത്തയുടെ കോൾ വരുന്നു. ഞാൻ വേഗം കോൾ എടുത്തു. കിടന്നോ? ഇത്ത ചോദിച്ചു. ഇല്ല, ഫുഡ് കഴിച്ചിരിക്കുക, ഞാൻ പറഞ്ഞു. എന്തായി പെണ്ണ് കാണാൻ പോയിട്ട്? അത് പറയാത്തത് നല്ലത്. എന്താടാ, എന്തു പറ്റി? അത് ഞങ്ങളവിടെ എത്തുന്ന മുമ്പ് പെണ്ണിനെ വേറെ ആരോ കണ്ട് ഇഷ്ടപ്പെട്ട് ഉറപ്പിച്ചിട്ട് പോയത്രേ. അയ്യോ, നിനക്ക് മംഗല്യഭാഗ്യം ഇല്ലല്ലോടാ. നീ ഒരു കാര്യം ചെയ്, കല്യാണം കഴിക്കണ്ട. ഇങ്ങനെ ബാച്ചിലറായി നടന്നു. അതാകുമ്പോൾ ഒന്നും അറിയണ്ടല്ലോ. അതല്ലേ സുഖം. ആ, ഇത്താക്കതൊക്കെ പറയാം. ഇത്തയൊക്കെ എല്ലാം അനുഭവിച്ചിട്ടുണ്ടല്ലോ. നമുക്കെന്താ അതൊന്നും വേണ്ടേ? എനിക്കും ഉണ്ടാകില്ല ഇത്ത ആഗ്രഹങ്ങൾ. എന്തോന്ന്? എന്താ നീ ഉദ്ദേശിച്ചത്? ഇത്ത ചോദിച്ചു. അല്ല, ഈ വൈവാഹിക ജീവിതത്തിന് ശേഷം നടക്കുന്ന സംഭവബഹുലമായ കാര്യങ്ങൾ. ആഹാ, നീയാൾ കൊള്ളാലോ. അതിനാണല്ലേ നീ ഇപ്പോൾ തന്നെ കെട്ടുന്നത്? പിന്നെ അല്ലാതെ അതൊക്കെ വേണ്ട ഇത്ത. ഓ പിന്നെ, അതൊക്കെ നടന്നിട്ടാണോ ഞാനൊക്കെ ജീവിക്കുന്നത്? ഇത്ത കുറച്ച് വിഷമത്തിലാണ് അത് പറഞ്ഞത്. എന്തു പറ്റിയിട്ട? എന്താ ഒരു സങ്കടം? ഏയ്, ഒന്നുമില്ലടാ, ഞാൻ ചുമ്മാ എൻ്റെ സങ്കടം പറഞ്ഞതാ. അല്ല, ഇത്താക്ക് എത്ര കുട്ടികളാ? ഞാൻ ഇത്തയോട് ചോദിച്ചു. എനിക്ക് 2 ആൾ, ഒരാണും ഒരു പെണ്ണും. ഒറ്റ പ്രസവത്തിൽ വന്നതാണ് 2 പേരും. പെണ്ണിനെ ഇന്നലെ നിങ്ങൾ കണ്ടില്ലേ? അവളാണ്. 2 ആളും 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇക്ക എന്ന് പോയതാ? ഞാൻ ചോദിച്ചു. അങ്ങേര് പോയിട്ടിപ്പോൾ 1 വർഷമാകാറായി. ഓ, വരുന്നുണ്ടോ അടുത്ത്? ആ, എനിക്കറിയാൻ പാടില്ല. വന്നിട്ടിപ്പോൾ എന്തിനാ? ഫോണിൽ ഗെയിമിങ് കളിച്ചിരിക്കാനോ? 24 മണിക്കൂറും ഫോണിൽ കുത്തിക്കൊണ്ടാ. വേറെ കുത്തുന്ന കാര്യമൊന്നും അങ്ങേർക്കറിയില്ല. എന്തൊക്കെയാ ഈ പറയുന്നേ എന്ന് ഞാൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. നീ ചിരിച്ചോ? കിട്ടേണ്ടത് കിട്ടിയില്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയും. അതിപ്പോൾ ആരായാലും. അല്ല, കുട്ടികളൊക്കെ ആയില്ലേ? പിന്നെ എന്താ പ്രശ്നം? ഞാൻ ഇത്തയെ സമാധാനിപ്പിച്ച് ചോദിച്ചു. അത് മതിയോടാ. ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് വേറെ പ്രയോജനമില്ല. അങ്ങേർക്കില്ലെന്ന് വെച്ച് ഞാൻ അന്നേ പറയും ഇങ്ങനെ വലിച്ചും കുടിച്ചും നടക്കേണ്ടെന്ന്. അതെങ്ങനാ? ഞാൻ പറഞ്ഞാൽ കേൾക്കോ?
കൂട്ടുകാരല്ലേ വലുത്. ഇപ്പോൾ കൂട്ടുകാരുടെ എല്ലാം പൊങ്ങുന്നുണ്ട്. ഇങ്ങേരിപ്പോഴും ഉണ്ടപോയ തോക്കും തൂക്കി നടക്കുക. ഏ എന്ത് എന്തൊക്കെ ഈ പറയുന്നേ? എടാ, ഞാനിതൊന്നും ഒരാളെ അറിയിക്കാതെ ഈ വീടിനുള്ളിൽ അടഞ്ഞുകൂടിയിരിക്കുക. വേറെ വല്ല പെണ്ണുങ്ങളായി നോക്കണം. അതിനിപ്പോൾ എന്താ ഇത്തയുടെ പ്രശ്നം? ഇതൊക്കെ എല്ലാവരുടെയും ലൈഫിൽ നടക്കുന്നതല്ലേ. എന്ത്, 2 കുട്ടികളെയും തന്ന് അങ്ങേരങ്ങയുടെ കാര്യം നോക്കി നടക്കുന്നതോ? അങ്ങേർക്ക് അവിടെ വേറെ ചുറ്റിക്കളയൊക്കെ ഉണ്ടാവും. ഞാൻ വെറും മണ്ടി. ഇത്ത വിഷമിക്കല്ലേ, എല്ലാം ശരിയാകും. എനിക്കെന്ത് വിഷമം? എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. ഞാൻ വേണ്ടെന്ന് വെച്ചിട്ടാ. അത് പറഞ്ഞതും എനിക്കൊരവസരം എവിടെയോ തെളിഞ്ഞു വരുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ പതിയെ എരിയുന്ന തീയിലേക്ക് കുറച്ചുകൂടി എണ്ണ ഒഴിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. അല്ല, ഇങ്ങനെയൊക്കെ ആയിട്ടും വേറെ ആരെങ്കിലുമായി വല്ലതും? ഞാൻ ഇത്തയോട് ചോദിച്ചു. എന്തിനാ ഞാൻ അങ്ങോട്ട് പോകുന്നേ? അങ്ങയുടെ സ്വഭാവം മനസ്സിലാക്കി അങ്ങയുടെ കൂട്ടുകാരൻ തന്നെ എന്നെ വീഴ്ത്താൻ കുറേ നോക്കിയിട്ടുണ്ട്. അതെങ്ങനെ? ഓ, അതൊക്കെ കുറേ പറയാനുണ്ടടാ. അയാൾ അയക്കുന്ന ഓരോ മെസ്സേജും കാണണം, ഫോട്ടോസായും വീഡിയോസായും. ഇടയ്ക്ക് അയാളുടെയും ഞാനായിട്ടാ എല്ലാം കണ്ട് അയാളുടെ കൂടെ പോകാത്തത്. ഓ, അതാണോ നേരത്തെ പറഞ്ഞ ആ തോക്ക്? ഞാൻ ചോദിച്ചു. ആ, അത് തന്നെ. അതൊക്കെ കണ്ടിട്ടും ഞാൻ ഇളകിയില്ല. ആർക്ക് വേണ്ടി? അങ്ങേർക്ക് വേണ്ടി. എന്നിട്ടും അങ്ങേര് വളരെ സങ്കടത്തോടെയാണ് അത് പറഞ്ഞത്. ഈ അവസ്ഥയിൽ ഞാൻ എങ്ങനെ കയറി മുട്ടുമെന്ന് എനിക്കൊരു ഐഡിയയും ഉണ്ടായില്ല. അല്ല, കുട്ടികളൊക്കെ എവിടെ? ഞാൻ ഇത്തയോട് ചോദിച്ചു. അവരെല്ലാം ഉറങ്ങി. രാവിലെ മദ്രസയിൽ പോകാനുള്ളതല്ലേ. അല്ല, നിനക്കുറങ്ങാനായോ? ഇല്ലിത്ത, ഞാനിപ്പോൾ ഒരു ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റതേ ഉള്ളൂ. ഇനി ഉറക്കം വരുമെന്ന് തോന്നുന്നില്ല. അതെന്താടാ, അതെന്തു പറ്റി? ഒന്നുമില്ലിത്ത. ഇനിയിപ്പോൾ ഓരോന്നാലോചിച്ചങ്ങനെ കിടക്കും. ഇന്ന് ആലോചിക്കാനുള്ളതൊക്കെ ആയല്ലോ. അതെന്താടാ ഇന്ന് പ്രത്യേകിച്ച് ആലോചിക്കാനുള്ളത്? ഒന്നുമില്ലിത്ത. പറയടാ, എന്താണെന്ന് ഞാനൊന്ന് അറിയട്ടെ. അതല്ല ഇത്ത, എൻ്റെ ലൈഫിൽ ഞാൻ ഇതുവരെയും ഒരു പെണ്ണിനോടും സംസാരിച്ചിട്ടില്ല. ഇത്തയോട് സംസാരിച്ചപ്പോൾ എനിക്ക് എന്തോ പോലെ ഒരു സന്തോഷം. അതെന്താടാ നീ പെണ്ണുങ്ങളോട് സംസാരിക്കാത്തേ? എന്താ നിൻ്റെ പ്രശ്നം? ഞാൻ സംസാരിക്കാത്തതല്ല ഇത്ത. എനിക്ക് സംസാരിക്കാനും ചാറ്റ് ചെയ്യാനും ഇതുവരെ ഒരു ലൈനും സെറ്റായിട്ടില്ല. അപ്പോഴാ ഇത്തയെ പോലൊരു സുന്ദരി എന്നെ ഇങ്ങനെ വിളിക്കുന്നത്. അപ്പോൾ ഞാൻ അത്രയ്ക്ക് സുന്ദരിയാണോടാ? ഇത്ത ചോദിച്ചു. പിന്നെ അല്ലാതെ. ഇത്ത നല്ല ഒന്നുമില്ല. എന്താടാ, എന്താ പറയാൻ വന്നത്? പറ, ഞാൻ കേൾക്കട്ടെ. അത് ഒന്നുമില്ലത്ത, ഞാൻ ചുമ്മാ. പറയടാ, ഞാൻ കേൾക്കട്ടെ. അല്ല, ഞാൻ സുന്ദരിയാണെന്ന് നീ എപ്പോഴാണ് കണ്ടത്? അതൊക്കെ ഞാൻ ഇന്നലെ കണ്ടു. എപ്പോ? ഇന്നലെ എൻ്റെ വീട്ടിൽ വെച്ചോ? നീയാൾ കള്ളാലോ. അപ്പോഴേക്കും നീ എന്നെ അളന്നു അല്ലേ? ആര് പറഞ്ഞു ഞാൻ അളന്നു എന്ന്? നീ നേരത്തെ പറയാൻ വന്നത് അതല്ലേ? എനിക്കറിയാം മോനെ. ഇത്ത സങ്കടത്തിൽ നിന്നും മാറി ചിരിയിലേക്ക് വന്നു. അതെങ്ങനെ? ഞാൻ ചോദിച്ചു. ഇതൊക്കെ കുറേയായി മോനെ ഞാൻ കേൾക്കുന്നു. പിന്നെ എനിക്ക് തന്നെ അറിഞ്ഞൂടെ? ഒരാൾ പറഞ്ഞിട്ട് വേണ്ടല്ലോ. ഓ, അങ്ങനെ. എന്നിട്ട് അതിങ്ങനെ ഉപ്പിലിട്ട് വെക്കാതെ ആർക്കെങ്കിലും കൊടുത്തൂടെ? ഞാൻ രണ്ടും കൽപ്പിച്ച് അങ്ങ് ചോദിച്ചു. ഞാൻ ഉപ്പിലിട്ട് വെച്ചത് എനിക്ക് തോന്നുന്നവർക്കല്ലാതെ കൊടുക്കാൻ പറ്റൂ. എല്ലാവർക്കും അങ്ങനെ കൊടുക്കാൻ പറ്റുമോ? എന്തായാലും കാര്യങ്ങൾ ഇവിടെ വരെ എത്തി. ഞാൻ ഉള്ളിലെ പേടി അടക്കി പിടിച്ച് ചോദിച്ചു. എനിക്ക് തന്നൂടെ? ഇന്നലെ കണ്ടപ്പോഴേ എനിക്കത് കഴിക്കണമെന്ന് തോന്നിയിരുന്നു. ഞാനത് പറഞ്ഞതും ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു മറുപടിയായിരുന്നു ഇത്തയിൽ നിന്നും വന്നത്. അത് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. വന്ന് കഴിച്ചോ? നിനക്ക് വയറ് നിറയും വരെ കഴിച്ചോ? എന്ത് പറയണമെന്നറിയാതെ ഞാനാകെ കിളിപോയ അവസ്ഥയിലായി. എന്താടാ, നിനക്ക് വേണ്ടേ? ഹലോ, നീ പോയോ? ഇല്ലിത്ത, ഞാൻ ഇവിടെ ഉണ്ട്. ഇതൊക്കെ സ്വപ്നമാണോ എന്നൊരു തോന്നൽ. ഒരു തോന്നലും വേണ്ട. നമ്മൾ രണ്ടുപേരും തുല്യ ദുഃഖിതരാണ്. പിന്നെ ഒരു കാര്യം, നമ്മൾ രണ്ടുപേരുമല്ലാതെ മൂന്നാമതൊരാൾ ഇതറിയരുത്.
അതൊന്നും ഒരിക്കലും ഇല്ല ഇത്ത. എന്നാ നീ നാളെ വരുമോ? പിന്നെ ഞാൻ വരാതെ. എന്നാൽ ഞാൻ രാവിലെ കുട്ടികൾ സ്കൂളിൽ പോയിട്ട് വിളിക്കാം. അപ്പോൾ ഇപ്പോൾ പോവാണോ? കുറച്ചുകൂടി സംസാരിച്ചൂടെ? ഞാൻ ചോദിച്ചു. ഇനിയിപ്പോൾ എന്താ സംസാരിക്കാൻ പോകുന്നതൊക്കെ എനിക്കറിയാം. ഞാൻ പോട്ടെ. അങ്ങേര് ഇപ്പോൾ വിളിക്കും. 11 മണിയാണ് ജോലി കഴിഞ്ഞ് വിളിക്കുന്ന സമയം. ഈ സമയത്ത് ബിസ് വല്ലതും കണ്ടാൽ ആകെ തീർന്നു. ഇത്ത പോകല്ലേ, കുറച്ചുകൂടി സംസാരിക്കാം. എനിക്ക് എന്തൊക്കെയോ പോലെ. മനസ്സിലായി. അതൊക്കെ ഞാൻ നാളെ ശരിയാക്കി തരാം. നീങ്ങ വന്നാൽ മതി. അങ്ങനെ ആ രാത്രി എനിക്ക് ഉറക്കമില്ലാത്ത ഒരു രാത്രിയായി മാറി. ഓരോ മിനിറ്റ് പോകുന്നതും ഞാനൊന്ന് ശരിക്കും അറിഞ്ഞു. 5 മണിക്ക് തന്നെ കട്ടിൽ നിന്നും ചാടി എഴുന്നേറ്റ് കുറച്ച് പുഷപ്പെല്ലാം അടിച്ച് ഒന്ന് ഓണായി. എന്താടാ ഇന്നിത്ര നേരത്തെ? വല്ല സ്വപ്നം കണ്ട് പേടിച്ചോ? എന്നെ ആദ്യമായിട്ട് ഈ നേരത്തെ കണ്ട ഉമ്മ എന്നെ കളിയാക്കി ചോദിച്ചു. ആ, ഞാൻ നിങ്ങളുടെ കെട്ടിയോനെ കണ്ടു, അതാ ഞാൻ ചാടി എഴുന്നേറ്റത്. ഒന്ന് പോടാ അവിടെ നിന്ന്. അങ്ങനെ ഞാൻ ഫ്രഷായി ഇത്തയുടെ കോളിനായി കാത്തിരുന്നു. 7 മണി കഴിഞ്ഞു, 8 മണി കഴിഞ്ഞു, അങ്ങനെ 9 മണിയായി. ദാ ബെല്ലടിക്കുന്ന ഫോണിൽ. മനസ്സിൽ ലഡ്ഡു പൊട്ടിയ ഫീലിൽ ഞാൻ പോക്കറ്റിൽ നിന്നും ഫോണെടുത്ത് നോക്കി. ഇതേതാ ഈ നമ്പർ? പുതിയ നമ്പറാണല്ലോ. ഞാൻ കോളെടുത്തു. ഹലോ, ഞാനാടാ മൂസാക്ക. ഒന്ന് കെട്ടിത്തീർന്ന ഒരു പെണ്ണുണ്ട്, നമുക്കൊന്ന് നോക്കിയാലോ? ആ, അതിനെ നിങ്ങളങ്ങ് കെട്ടിക്കോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഉപ്പാക്ക് കെട്ടിച്ചു കൊടുക്ക്. മേലെ ഇനി കല്യാണക്കാരൻ പറഞ്ഞ് വിളിച്ചു പോരുത്. ഞാൻ ദേഷ്യത്തോടെ അതും പറഞ്ഞ് കോൾ കട്ട് ചെയ്തു. ഇത്തയുടെ വിളി കാണുന്നില്ല. ഇനി കുട്ടികൾ സ്കൂളിൽ പോയില്ലേ? ഞാനൊന്ന് വിളിച്ചു നോക്കിയാലോ? അല്ലെങ്കിൽ വേണ്ട, വല്ല പ്രശ്നവുമാകും. അതും വിചാരിച്ച് ഞാൻ വീണ്ടും കാത്തിരിപ്പ് തുടർന്നു. ദാ വരുന്നു ഇത്തയുടെ കോൾ. ഞാൻ വേഗം ഫോണെടുത്തു. എവിടെയാ, ഇറങ്ങിയോ? ഇത്ത ചോദിച്ചു. ഇല്ലിത്ത, ഞാൻ ഇത്ത വിളിക്കുന്നതും കാത്തിരിക്കായിരുന്നു. ആണോ? അത് പിന്നെ കുട്ടികളെ സ്കൂളിൽ പറഞ്ഞു വിടാനൊക്കെ ഉണ്ടായിരുന്നു, അതാ വൈകിയത്. ഏയ്, അത് സാരില്ല ഇത്ത. അല്ല, ഞാൻ വരട്ടെ? വാ. പിന്നെ ബൈക്ക് മുറ്റത്തേക്ക് കയറ്റണ്ട, ആരെങ്കിലും കണ്ടാൽ സംശയം അടിക്കും. ആണോ? പിന്നെ ഞാൻ എന്ത് ചെയ്യും? ബൈക്ക് റോഡിൽ നിർത്താൻ പറ്റുമോ? ആ, റോഡിൽ നിർത്തിക്കോ, പക്ഷേ കുറച്ച് ദൂരമായിട്ട് വേണം നിർത്താൻ. അതെന്താ പ്രശ്നം? അത് ഒന്നുമില്ല, ആരെങ്കിലും കണ്ടാലോ എന്ന് പേടിച്ച്. അതിനിത്ത, എൻ്റെ കയ്യിൽ ബാഗും ടൂൾസെല്ലാം ഉണ്ട്. ബൈക്കിലത് വെച്ചാൽ ആരെങ്കിലും എടുത്തിട്ട് പോകും. ഇത്തയുടെ വീട്ടിലെന്തായാലും പണിയില്ലേ? ഞാൻ ബൈക്ക് മുറ്റത്ത് തന്നെ നിർത്തിയിട്ട് വരാം. ആരെങ്കിലും കണ്ടാൽ വയറിങ്ങനെ വന്നാണെന്ന് പറഞ്ഞാൽ പോരെ? ആ, അത് ശരിയാ. എന്നാ നീ വാ, ഞാനിവിടെ ഉണ്ടാകും. ഓക്കെ. അങ്ങനെ ഞാൻ ഇത്തയുടെ വീട്ടിലേക്ക് യാത്ര തിരിച്ചു. പറഞ്ഞ പോലെ ഇത്തയുടെ വീട്ടിലേക്ക് ബൈക്ക് കയറ്റിയിട്ട് ഞാൻ ടൂൾസ് ബാഗും എടുത്ത് ഇത്തയുടെ കൂടെ വീടിൻ്റെ അകത്തേക്ക് കയറി. അങ്ങനെ ഞാൻ എൻ്റെ പണി ആരംഭിച്ചു. അപ്പോൾ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാൽ വീടൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ പുതിയൊരു കഥയായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും കാത്തിരിക്കാം.